ഒത്തിരി സന്തോഷമുണ്ട്. ഞാനിത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്നത്. മുമ്പ് വർഷങ്ങൾക്കും വന്നിട്ടുണ്ട്. ഇതൊരു നമ്മുടെ കേരളത്തിൻ്റെ ഒരു സംസ്കാരം എന്താണെന്ന് അറിയണമെങ്കിൽ ഇവിടെ വരണം. നമ്മുടെ ആ ഒരു ആതിഥ്യ മര്യാദകളും അതിഥിയോടുള്ള നമ്മളെ അതിഥി ദേവോ ഭവ എന്ന് പറയുന്ന ഒരു സംസ്കാരമുണ്ട്. അത് പ്രകടിപ്പിക്കുന്നതാണ്. എല്ലാവർക്കും ഈ സദ്യയിൽ പങ്കെടുക്കാം. ദേശത്തുനിന്നും വിദേശത്തുനിന്നും എല്ലാം, ഈ പ്രദേശത്തുള്ളവർ മാത്രമല്ല, അകലെ ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് പോലും ഈ സദ്യയിൽ പങ്കെടുക്കാനും ഇതൊന്ന് കാണാനും അത്ഭുതകരമായ ഈ ഒരു വിഭവസമൃദ്ധമായ സദ്യ ഒരുപക്ഷെ ലോകത്തെവിടെയും ഇങ്ങനെയൊരു ഭക്ഷണം നൽകുന്ന ഒരു ചടങ്ങുണ്ടാവില്ല. കേരളത്തിൻ്റെതായ എല്ലാ വിഭവങ്ങളും, പറഞ്ഞു കേട്ടുള്ള എല്ലാ വിഭവങ്ങളും, നമുക്ക് അറിവുള്ള എല്ലാ വിഭവങ്ങളും ഭഗവാന് വേണ്ടി ഒരുക്കുന്നു എന്ന സങ്കല്പമാണ്. ഭഗവാനോടൊപ്പം ഭക്തജനങ്ങൾക്ക് ഇരുന്ന് കഴിക്കാനുള്ള ഒരു ഭാഗ്യം ഇവിടെ സിദ്ധിക്കുന്നു എന്നാണ് അതിൻ്റെ ആത്മീയമായ സങ്കല്പം. അതുകൊണ്ട് എല്ലാവർക്കും ഇതൊരു സന്തോഷത്തിൻ്റെ സുദിനമാണ്. ഇനിയുള്ള നാളുകളിൽ ആറന്മുളയിൽ ഒരു വലിയ ആഘോഷം. ശരിക്കും പറഞ്ഞാൽ ഓണം ഇപ്പോഴേ തുടങ്ങി. ഓണം നേരത്തെ തുടങ്ങി. ആറന്മുളക്കാർക്ക് ഓണം നേരത്തെ തുടങ്ങും. അതാണ്. അതെ, ഇപ്പോൾ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഈ ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി ആറന്മുള സദ്യ കഴിക്കാനും പങ്കെടുക്കാനും കാണാനും ഒക്കെ ആയിട്ട് പള്ളിയോടങ്ങൾ കാണാനൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. സംവിധാനങ്ങൾ കൂടി KSRTC ബഡ്ജറ്റ് ടൂറിസം എല്ലാ പ്രദേശങ്ങളിൽ നിന്നും ധാരാളം വണ്ടികൾ ഇവിടെ ഈ വള്ളസദ്യയുമായിട്ട് എല്ലാ ദിവസവും എത്തുന്നുണ്ട്. ഇനി കൂടുതൽ വണ്ടികളെത്തും. ഈ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള യാത്രയാണ്. അതിന് ധാരാളം ഭക്തജനങ്ങൾ അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഗതാഗത വകുപ്പ് മന്ത്രി കൂടിയായിരിക്കുന്ന KB ഗണേഷ് കുമാറാണ് കാര്യങ്ങൾ നിലപാടുകൾ വ്യക്തമാക്കിയത്. ക്യാമറമാൻ അഖിലേഷ് കുടുംബനൊപ്പം സുജിറ്റി ബാബു, കേരള ന്യൂസ്, പത്തനംതിട്ട.